അമ്മ ഓഫീസിൽ തർക്കങ്ങളോട് തർക്കമാണ്. CCTV ക്യാമറകളെ ചൊല്ലിയാണ് തർക്കം. ഓഡിയോ റെക്കോർഡിംഗ് സൗകര്യമുള്ള ക്യാമറകൾ കൂടുതലായി സ്ഥാപിച്ചതിനെതിരെ ഒരു വിഭാഗം രംഗത്തെത്തി. കൂടുതൽ ക്യാമറകൾ വെച്ചത് എന്തിനാണെന്നാണ് ചോദ്യം. വരവ് ചെലവ് കണക്കുകളിലെ സുതാര്യതയെ ചൊല്ലിയും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ വിമർശനം ഉയരുകയാണ്. വിവാദം മൂർച്ഛിച്ചതോടെ സമവായ നീക്കവുമായി മുതിർന്ന താരങ്ങൾ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. എന്നാൽ എക്സിക്യൂട്ടീവ് പിരിച്ചുവിടണമെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആവശ്യം. സജോ ദേവസ്യ വിവരങ്ങൾ നൽകും. സജോ, ഇപ്പോൾ അമ്മ സംഘടനയിൽ ഇപ്പോൾ എന്താണ് നടക്കുന്നത്? പലതരത്തിലുള്ള ആരോപണങ്ങൾ പുറത്തേക്ക് വരുന്നു. ആരോപണം ഉന്നയിച്ചവർക്കെതിരെ ഇപ്പോൾ അൻസിബയ്ക്കെതിരെ ഒരു സംഘം എത്തുകയാണ്. അതിൽ സ്ത്രീകൾക്കെതിരെ രംഗത്തെത്തുന്ന ഒരു കാഴ്ചയാണ്. ഇപ്പോൾ വനിതകൾ ഭരണം നേതൃത്വത്തിലേക്ക് എന്നൊരു വലിയ രീതിയിൽ ആവശ്യമുയർന്നതൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സജോ? സ്മൃതി, വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് താരസംഘടനയായ അമ്മ കടന്നു പോകുന്നത് എന്ന് പറയേണ്ടി വരും. അതായത് ഇതിന്റെ എല്ലാം തുടക്കം യഥാർത്ഥത്തിൽ വ്യക്തിപരമായ തർക്കങ്ങളായിരുന്നു എന്നതാണ് കാണേണ്ട കാര്യം. അതായത് പരസ്പരം ഉന്നയിച്ച ആരോപണ പ്രത്യാരോപണങ്ങൾ, ചിലർ സ്വീകരിച്ച നിലപാടിനെ മറ്റു ചിലർ എതിർത്തത്, അതിനെ തുടർന്ന് പലപ്പോഴും പുറത്ത് ചർച്ച ചെയ്യാൻ കൊള്ളാത്തതുപോലും അല്ലാത്ത, അല്ലെങ്കിൽ ആ നിലവാരത്തിൽ ഒരു നിലവാരവുമില്ലാത്ത ആരോപണങ്ങൾ പരസ്പരം ഉന്നയിക്കുന്ന നിലയിലേക്കൊക്കെ കാര്യങ്ങൾ പോയി. അതിൽ പലർക്കും പരാതി ഉണ്ടായി. അങ്ങനെയാണ് പല ഗ്രൂപ്പുകളായി തിരിഞ്ഞ് അതൊരു സാധാരണഗതിയിൽ തെരുവ് യുദ്ധത്തെ അനുസ്മരിപ്പിക്കും വിധമൊക്കെയുള്ള ഒരു പോരായി അത് ആ സംഘടനയ്ക്കുള്ളിൽ വളർന്നത്. അത് പക്ഷേ ഇപ്പോൾ ഗുരുതര സ്വഭാവത്തിലുള്ള ആരോപണത്തിലേക്ക് വരെ എത്തിയിരിക്കുന്നു. അതായത് സുതാര്യതയില്ല, സാമ്പത്തികമായി വലിയ തോതിലുള്ള ക്രമവിരുദ്ധമായ കാര്യങ്ങൾ നടക്കുന്നു. പലപ്പോഴും പല സാധാരണഗതിയിൽ വലിയ കൈനീട്ടമൊക്കെ കൊടുക്കുന്ന, അതായത് മുതിർന്ന താരങ്ങൾക്ക് കൈനീട്ടമൊക്കെ കൊടുക്കുന്ന രീതിയിലാണ്. പിന്നെ അതുകൂടാതെ ഫാമിലി മീറ്റൊക്കെ സംഘടിപ്പിക്കുമ്പോഴുള്ള ചെലവ്, ഇതിനും അപ്പുറത്തേക്ക് സംഘടിപ്പിച്ച മറ്റു പല പരിപാടികളുടെയും പേരിൽ അനധികൃതമായ രീതിയിൽ പണം എഴുതിയെടുത്തു എന്ന് തുടങ്ങിയുള്ള വലിയ ഗുരുതരമായ ആരോപണങ്ങളിലേക്ക് അത് എത്തി നിൽക്കുന്നു. മുതിർന്ന താരങ്ങൾക്ക് അല്ലെങ്കിൽ റിട്ടയർഡ് ആയ താരങ്ങൾക്ക് അവർക്കൊരു സാമ്പത്തിക സഹായം, അവർക്ക് കൈനീട്ടം, ഇതാണല്ലോ എപ്പോഴും അമ്മ സംഘടന എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സജോ ദേവസ്യ. ഇപ്പോൾ ഈ 75 ലക്ഷത്തിന്റെ ഇപ്പോൾ സ്പോൺസർഷിപ്പ് ഇപ്പോൾ അതൊരു വലിയ വിവാദമായിരിക്കുന്നു. അത് ആ ക്ഷേത്രം കമ്മിറ്റിയോട് ഇന്നലെ പറയുന്നുണ്ടായിരുന്നു നന്ദകുമാർ. പണം നൽകുമ്പോഴും ഈ അമ്മ സംഘടനയ്ക്ക് ആ പണം അത്യാവശ്യമാണ് എന്ന രൂപത്തിലൊക്കെയാണ് ശ്വേതാ മേനോൻ അക്കാര്യം വിശദീകരിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ശ്വേതയുടെ ഇന്നലത്തെ പ്രതികരണത്തിൽ പല കാര്യങ്ങളും സംഘടനയിൽ നടക്കുന്ന താൻ അറിയുന്നില്ല എന്നൊക്കെയാണ്. യഥാർത്ഥത്തിൽ ഈ പണം വാങ്ങിയത് ഒരാളുടെ ഒറ്റയ്ക്കുള്ള തീരുമാനമായിരുന്നോ? അതിൽ ഒരുപോലെ തന്നെ കുക്കു പരമേശ്വരൻ പ്രതിക്കൂട്ടിലാവുന്നുണ്ട് സജോ. സ്മൃതി, ഈ കാര്യം ചർച്ച ചെയ്തിരുന്നു. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള ആളുകളെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു എന്നതൊക്കെയാണ് അതിലൊരു പ്രധാനപ്പെട്ട വാദം. അതേസമയം ഈ അധികാര തർക്കത്തിന്റെ പ്രശ്നം യഥാർത്ഥത്തിൽ ഉള്ളതാണ്. അതായത് പ്രസിഡന്റിന് ജോയിന്റ് സെക്രട്ടറിയുടെ അത്രയും മതിയായ അധികാരമില്ല എന്നൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ബൈലോ തിരുത്തണം എന്ന് തുടങ്ങിയുള്ള ചർച്ചകളും ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. അതിന്റെ തുടർച്ചയാണ്, പരസ്പര വിശ്വാസമില്ലായ്മയാണ് ഇതിന്റെ അടിസ്ഥാന പ്രശ്നം. പക്ഷേ അതേസമയം ഇത്ര വലിയ തുക നന്ദകുമാർ നേതൃത്വം നൽകുന്ന ക്ഷേത്രം ട്രസ്റ്റിന്റെ ഭാഗത്തു നിന്ന് വന്നു. അതിന്റെ പിന്നിലെ കഥ എന്താണ് എന്ന് തുടങ്ങിയുള്ള ചർച്ചകൾ ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. അതിനിടെയാണ് പരസ്പര വിശ്വാസമില്ലായ്മയുടെ ഭാഗമായാണോ ആകെ അതീവ സുരക്ഷാ മേഖലയിൽ പോലും ഇത്രയും ക്യാമറ യഥാർത്ഥത്തിൽ അതിൽ കൂടുതൽ ക്യാമറകൾ അമ്മ ഓഫീസിൽ സ്ഥാപിച്ചു. അതിന്റെ ഓഡിയോയും ദൃശ്യങ്ങൾക്കൊപ്പം അതിന്റെ ഓഡിയോയും റെക്കോർഡ് ചെയ്യുന്നു. അത് പലരും കേൾക്കുന്നു. അങ്ങനെ ഒരു സ്വകാര്യ സംഭാഷണത്തിന് പോലും അവസരമില്ല. ബാത്റൂമിലേക്ക് പോകുന്ന വഴിയിൽ ക്യാമറ വെച്ചിരിക്കുന്നു. 16 ക്യാമറ ഉണ്ടായിരുന്നു, അതിപ്പോൾ ഇരട്ടിയായി. ഇത്രയും ക്യാമറ അതീവ സുരക്ഷാ മേഖലയിൽ പോലും ഇല്ലല്ലോ എന്ന ചോദ്യം. ഇങ്ങനെയൊക്കെയുള്ള പരസ്പര വിശ്വാസമില്ലായ്മ ഉണ്ടാകുന്നു. ഈ തുക സംബന്ധിച്ച് ആദ്യം ഒരു തർക്കം ഉണ്ടായിരുന്നു. അതായത് ഒരു ക്ഷേത്രം ട്രസ്റ്റിന്റെ തുക സംഘടന എന്ന രീതിയിൽ വ്യക്തികളോ മറ്റ് ഉള്ളവരോ സ്വീകരിക്കുന്ന പോലെയുള്ള സംഘടന എന്ന രീതിയിൽ സ്വീകരിക്കുന്നതിനെ ചൊല്ലി എതിർപ്പുണ്ടാകുന്നു. അവിടെ തൊട്ട് തുടങ്ങിയ തർക്കങ്ങൾ പിന്നീട് അങ്ങനെ വ്യക്തിപരമായ ആരോപണങ്ങളിലേക്കും അത് വളർന്ന് സാമ്പത്തിക ക്രമക്കേട് ആരോപണത്തിലേക്കും എത്തിയിരിക്കുന്നു. അതിനും അപ്പുറത്തേക്ക് പ്രസിഡന്റിന്റെ അധികാരത്തെ ചൊല്ലിയുള്ള തർക്കം, അതായത് പല വിഷയങ്ങളിലും പ്രസിഡന്റ് അറിയാതെ തന്നെ പ്രസിഡന്റ് എന്നത് ഒരു റബ്ബർ സ്റ്റാമ്പാക്കപ്പെടുന്നുവെന്ന വിമർശനം ശ്വേതാ മേനോനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അവർക്ക് കാര്യക്ഷമമായ ഇടപെടൽ നടത്താൻ കഴിയും വിധം ബൈലോ പരിഷ്കരിക്കണം. അത് ആര് പ്രസിഡന്റ് ആയാലും അങ്ങനെ വേണമെന്ന ആവശ്യം ഒരു വശത്തേക്ക് ഉയരുന്നു. ഒപ്പം ഈ പണം സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട സുതാര്യത ഇല്ലായ്മ എന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതായത് 75 ലക്ഷം സ്വീകരിക്കുന്നു, അതിൽ കൂടുതലാണെങ്കിൽ കിട്ടുമെന്ന് പറയുന്നു. അത് യഥാർത്ഥത്തിൽ അത് എന്തുകൊണ്ടാണ് അത്രയും പണം വരുന്നത്? അത് കേവലമായ പരസ്യം എന്നതിന് അപ്പുറത്തേക്ക് അതിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് തുടങ്ങിയുള്ള നിരവധി ചോദ്യങ്ങളാണ്. അത് മുൻകാലത്ത് യഥാർത്ഥത്തിൽ ഇല്ലാത്ത വിധം വല്ലാത്ത രൂപത്തിൽ ആ സംഘടനയുടെ സംവിധാനമാകെ താറുമാറായി പോകുന്നൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. മുതിർന്ന താരങ്ങൾ ഇതുവരെ ഈ വിഷയത്തിൽ യഥാർത്ഥത്തിൽ നേരിട്ട് ഇടപെട്ടിട്ടില്ല. അവരോട് ഇടപെടണമെന്ന് പലരും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ പലരും ഈ എക്സിക്യൂട്ടീവിന് തുടരാൻ അർഹതയില്ല, അതുകൊണ്ട് അത് പിരിച്ചുവിടണം എന്ന് ആവശ്യപ്പെടുന്നു. മുതിർന്ന താരങ്ങൾ ഇനിയിപ്പോൾ ജനറൽ ബോഡി യോഗത്തിലേക്ക് പോവുകയാണ് കാര്യങ്ങൾ. അപ്പോൾ ആ മീറ്റിംഗിൽ ഈ ചർച്ചകൾ ഉണ്ടാകും. ആ ഘട്ടത്തിൽ മുതിർന്ന താരങ്ങളുടെ ഇടപെടൽ ഉണ്ടാകും. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിലായതുകൊണ്ട് അവർക്ക് ഇടപെടാൻ മടിയുണ്ട്. പക്ഷേ സമവായ നീക്കത്തിനുള്ള ശ്രമം ഒരു ഭാഗം തുടങ്ങുകയും ചെയ്തു. മാല